ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഒരു ഡേ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ നാട്ടിലെത്തിയിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മോർണിംഗിന് ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയും ഗ്രീൻ പീസ് കറിയാണ്. അപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എൻ്റെ ഇത്താൻ്റെ മോളുണ്ട് എൻ്റെ വീട്ടിൽ. അവൾ വിരുന്ന് വന്നതാണ്. അവൾക്ക് സ്കൂൾക്ക് ഇവിടുന്ന് പോകാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അവളും എൻ്റെ മോളിരുന്ന് രാവിലെ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ അത് അവൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ ചോറും ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടാളും ഇതായിരുന്നു ഫുഡൊക്കെ കഴിച്ച് അവർ പിന്നെ സ്കൂളിലോട്ട് പോയിട്ടോ. പിന്നെ അവർ രണ്ടുപേരും സ്കൂളിലോട്ട് പോയി കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ മുറ്റടിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇന്നലെ രാത്രി കുറച്ച് തുണികൾ അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് വിരിച്ചിടുകയാണ്. അങ്ങനെ വിരിച്ചിടലൊക്കെ കഴിഞ്ഞ് ഞാൻ ഉള്ളിലോട്ട് കയറി. പിന്നെ ഞാൻ ഉള്ളിൽ അടിക്കാൻ തുടക്കാനൊക്കെ നിന്ന് കേട്ടോ. മിച്ചുമോൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൾ എണീക്കുമ്പോൾ ഞാൻ അടിക്കലും തുടക്കലും എളുപ്പം കഴിച്ചിട്ടോ. പിന്നെ അവൾക്ക് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ അവൾ എണീറ്റപ്പോൾ തന്നെ എൻ്റെ ഈ പണികളൊക്കെ പെട്ടെന്ന് ഞാൻ കഴിച്ചിട്ടോ. പിന്നെ ഞാൻ നിന്നത് ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ആ ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ റൈസും സെപ്പറേറ്റായി പിന്നെ ചിക്കൻ ഇങ്ങനെ പൊരിച്ചിട്ടായിട്ടുണ്ടായിരിക്കുന്നത്. അത് അപ്പോൾ ഉള്ളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. അതാ ക്ലീനിങ് ഫുള്ളായി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ എല്ലാം വൃത്തിയാക്കി ഇട്ടു. പിന്നെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് കേട്ടോ അലക്കിയത്. ഞാൻ മെഷീനിൽ തുണികൾ ഇടുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ മുറ്റൊക്കെ പുല്ല് ചെത്തി കോരിയിട്ട് ഇതാണ്ടോ ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫിനിഷാണ് ഇപ്പോൾ. മഴ പെയ്താൽ വീണ്ടും പുല്ല് പൊന്തും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മിച്ചുമോൾക്ക് വിശക്കാന്ന് പറഞ്ഞിട്ടോ. ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മിച്ചുമോൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഫുഡ് ഞാനും മിച്ചുമോളും കഴിച്ചിട്ടോ. ഞങ്ങൾ രണ്ടാളും ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 4 മണിയൊക്കെ ആവാൻ നേരത്ത് പിന്നെ അത് തന്നെ ഫ്രൂട്ട്സ് വണ്ടി വന്നിട്ടോ. അപ്പം അങ്ങനെ ഫ്രൂട്ട്സ് വണ്ടി വന്നപ്പോൾ മിച്ചുവിന് ഓറഞ്ച് വേണം പറഞ്ഞു, ചുളകും. പിന്നെ ഞാനങ്ങനെ വണ്ടിക്കാരൻ്റെ അടുത്ത് പോയി ഓറഞ്ചും ചുളകൊക്കെ വാങ്ങിക്കൊടുന്നു കേട്ടോ. അപ്പം മിച്ചുമോൾക്ക് ചുളക് ഇപ്പം തന്നെ പുഴുങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 4 മണിയായപ്പോൾ അടുത്ത് ഞാൻ ചുളകം പുഴുങ്ങി കൊടുത്തിട്ടോ. ചായ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവൾ ചുളകൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മോളും താത്താൻ്റെ മോളും സ്കൂൾ വിട്ട് വരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോളും താത്താൻ്റെ മോളും സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ചായ കുടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ജ്യൂസ് ഉണ്ടാക്കിയാണ് കഴിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി ഞാൻ ഇനിയും വരാം. ബൈ.